ഒരാളറിയും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അയാൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്, മറ്റേ അറിയും ഞാൻ എത്ര സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. പല ബന്ധങ്ങളിലും ഫെയിലിയർ ആകാനുള്ള കാരണം സ്നേഹമില്ലാത്തതിനെ കൊണ്ടല്ല, ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതും സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും പരസ്പരം തോന്നിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പാർട്ട്ണറുടെ സ്നേഹം മനസ്സിലാക്കാതെ എനിക്ക് ഇങ്ങനെയേ വേണ്ടുള്ളൂ എന്നുള്ള റിജിഡിറ്റിയും, തന്റെ പാർട്ട്ണർക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാതെ എനിക്ക് ഇങ്ങനെ ആകാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള റിജിഡിറ്റിയും രണ്ടും പ്രശ്നമാണ്. യെസ്, ബേസിക്കലി നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പുറത്താട്ടിലുള്ള ഉള്ളിൽ എന്താണ് എന്നുള്ളത് നമുക്കായിരിക്കും മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല. ബട്ട് യെസ്, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഉള്ളിൽ എന്താണ് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും അപ്പുറത്താളുടെ ഉള്ളിൽ തൊടാന്നുള്ളതും എളുപ്പമാണ്. സോ റിലേഷൻഷിപ്പിലുള്ള ലവ് ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സിമ്പിൾ ടിപ്പ് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ വേർഡ്സ് ഓഫ് അഫർമേഷൻ. നമ്മൾ പറയുന്ന കുഞ്ഞു കുഞ്ഞു വാക്കുകൾ. അടിപൊളിയാണല്ലോ, ഭംഗിയുണ്ടല്ലോ, കൊള്ളാലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ജസ്റ്റേഴ്സ് ആൻഡ് വാക്കുകൾ ഉണ്ടാവല്ലോ. ചിലത് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചില ബിഹേവിയർ ചേഞ്ചസ് ക്വാളിറ്റീസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന പോലെ നമ്മുടെ ബന്ധങ്ങളിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തേതാണ് ആക്ട് ഓഫ് സർവീസ്. കുഞ്ഞു കുഞ്ഞു ഹെൽപ്പ്. അത് ഹെൽപ്പ് ചെയ്യണമെന്ന് പോലും ഉണ്ടാവില്ല. ഞാൻ കൂടണോ, എന്തുണ്ട്, ഓക്കെ ആണോ, സെറ്റല്ലേ, ഈ ഒരു ചെറിയ ചെറിയ ഹെൽപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നുള്ളതാണ് ചെറിയ ചെറിയ സമ്മാനങ്ങൾ. കൺസിസ്റ്റൻ്റ് ആയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, തിരിച്ചു വരുമ്പോൾ ഒരു ചോക്ലേറ്റോ ഒരു പൂവോ എന്തെങ്കിലും ചെറുത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. ക്വാളിറ്റി ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ടൈം ഒന്നിച്ചിട്ടെല്ലാം ഉണ്ടാവും, പക്ഷെ ക്വാളിറ്റി ടൈം, കുറച്ച് സമയം, ഒരു ഹെഡ് മസാജ്, അല്ലെങ്കിൽ വെറുതെ ഒന്നൊരു കുഞ്ഞു കുഞ്ഞു ടച്ച്, ഒരു ഹഗ്, ഒരു കുഞ്ഞു കിസ്, പിന്നിൽ നിന്നുള്ളൊരു കെട്ടിപ്പിടുത്തം ഭയങ്കര അടിപൊളിയാണ്. പല ആൾക്കാരും അതൊന്നും ചെയ്യുന്നേ ഉണ്ടാവില്ല. ക്രിഞ്ചായിരിക്കും പലരെ സംബന്ധിച്ചിടത്തോളം. ആ ക്രിഞ്ചൊക്കെയാണ് റിയൽ സീക്രട്ട് എന്ന് പറയുന്നത്. പിന്നിലതാണ് ഫിസിക്കൽ ടച്ച്. മാറ്ററാണ് നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ. സോ ചില ചെറിയ ചെറിയ പൊടിക്കൈകൾ ആഡാക്കിയിട്ട് നല്ല കൈപ്പുണ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരില്ലേ, അതേപോലെ ബന്ധങ്ങളിലുള്ള നല്ല ടേസ്റ്റി ആക്കാൻ വേണ്ടി പറ്റുന്ന പൊടിക്കൈകളാണ് ഇതൊക്കെ.